എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. എന്ന് ഷാബു പ്രസാദാണ് കൂടെയുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, നമുക്കറിയാം വളരെ നിർണായകമായി ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഗസ കരാറോ വെടിനിർത്തൽ കരാർ ഉൾപ്പെടെ ചർച്ചയാവുന്ന ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കില്ല, അത് ഇസ്രായേലിന് ഭീഷണിയാണ് എന്നുള്ളതാണ്. ഇതിനൊരു ചരിത്രപരമായ വസ്തുതയുണ്ട്, ചില കാരണങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഫലസ്തീൻ ഒരു രാഷ്ട്രമായി തന്നെ ചിലപ്പോൾ നിൽക്കേണ്ടിയിരുന്നതാണ്. ആ ഘട്ടത്തിലാണ് 1948 ശേഷം നടക്കുന്ന യുദ്ധവും ഒക്കെ ഇതിന് കാരണമായി ഇസ്രായേലിനെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? ഇല്ല, അത് അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് ഇസ്രായേലിന് ഭീഷണിയാണ് എന്നുള്ളത്. ഇസ്രായേൽ എന്ന അത് നമ്മൾ കുറച്ച് അതിൻ്റെ അകത്ത് ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട് മനുജ. ഇത് 1948 ഈ സ്വതന്ത്ര ഇസ്രായേൽ ഉണ്ടാവുന്നത്. അതിനു മുൻപ് ആ പ്രദേശം എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് അതായത് നമ്മൾ അതിന്റെ കുറച്ച് ഒരു വളരെ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകണ്ട, ഒരു കഴിഞ്ഞ ഒരു 500 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുതൽ നോക്കുകയാണെങ്കിൽ ഈ കാനാൻ പ്രദേശം എന്ന് പറയുന്നത്, ഇപ്പൊ ഇസ്രായേലും ഇവരൊക്കെ ഉള്ള ഈ ഭൂമി, ഈ പ്രദേശം ഈ തുർക്കിയുടെ കീഴിലുള്ള ഒട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഒട്ടോമാൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അതിശക്തമായ വളരെ വലിയ സാമ്രാജ്യമായിരുന്നു അത് കേട്ടോ. ഒന്നാം ലോകമഹായുദ്ധത്തില് ഒരു പ്രധാന കക്ഷിയായിരുന്നു ഈ തുർക്കി. അന്ന് ഈ തുർക്കി ഉൾപ്പെടുന്ന കക്ഷികളെ, ആ സഖ്യകക്ഷികൾ, ഇംഗ്ലണ്ട് ഉൾപ്പെടുന്നവർ, ബ്രിട്ടൻ ഉൾപ്പെടുന്നവർ പരാജയപ്പെടുത്തി. ആ പരാജയത്തിന് ശേഷം ഈ തുർക്കിയുടെ ഭാഗമായിരുന്ന ഈ ഭാഗം, ഒട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഈ ഭാഗം ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമായി. അപ്പം ഈ ഏകദേശം ഒരു 19-ാം നൂറ്റാണ്ട് മുതൽ, അതിനു മുമ്പ് തന്നെ ഈ ജൂതന്മാരെന്ന് പറയുന്ന ലോകം മുഴുവനും ചിതറിക്കിടന്ന് എല്ലാവിടവും പീഡനങ്ങൾ ഏറ്റുവാങ്ങി വളരെ കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു പ്രവാസി സമൂഹമായിരുന്നു അവർ. ഒരു ഡയസ്പോറ, ഈ ഡയസ്പോറ എന്നുള്ള വാക്ക് തന്നെ വന്നത് ഈ ഇവരുടെ ആ പ്രവാസത്തിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ എല്ലായിടവും ഇവർ അവഗണിക്കപ്പെടുന്നു, ഇവരടിച്ചമർത്തപ്പെടുന്നു. അത് ഫ്രാൻസിലും യൂറോപ്പിലും എല്ലായിടും, എന്ന് വേണ്ട ഇന്ത്യയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടും അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഉള്ള കാര്യം പറയണമല്ലോ, താരതമ്യേന അവർ സമാധാനമായി കഴിഞ്ഞിരുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളുമായിരുന്നു കേട്ടോ. അന്ന് ആ കാലത്ത് ഈ കുരിശുയുദ്ധങ്ങൾക്ക് ശേഷം ഈ അറബ് രാജ്യങ്ങളിൽ ഇവർക്ക് അവഗണനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവരധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ് ജൂതന്മാർക്ക് സ്വന്തമായ ഒരു രാജ്യം, ഒരു രാഷ്ട്രം, കുറച്ച് ഭൂമി വേണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സയനിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ്. അതേ സമയം തന്നെയാണ് ഇന്ത്യയിലെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞ് രാജ്യം മുഴുവനും ആ ഒരു ദേശീയ ബോധം ഇങ്ങനെ തിളച്ചു വരുന്ന സമയമാണ്. സ്വാമി വിവേകാനന്ദൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ജന്മം എടുത്ത സമയമാണ്. അതേ സമയത്ത് തന്നെയാണ് തിയഡോർ ഹെർസലിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ജൂത ഐക്യം ലോകം മുഴുവനും രൂപപ്പെടുന്നതും, അങ്ങനെ ആ ഒരു സയനിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നതും, തുടർച്ചയായ സയനിസ്റ്റ് കോൺഗ്രസുകൾ നടക്കുന്നതും. അവർ അങ്ങനെ ഈ എവിടെയാണോ അവരുടെ പിതൃഭൂമി എന്ന് കരുതപ്പെടുന്നത് അവിടെ തന്നെ അവർക്കൊരു രാഷ്ട്രം വേണം എന്ന ഒരു ചിന്തയിൽ നിന്ന് അവിടേക്ക് കുടിയേറ്റം ആരംഭിക്കുന്നത്. വലിയ തോതിൽ കുടിയേറ്റം ലോകം മുഴുവനുമുള്ള പലയിടത്തു നിന്ന് ആ ഭാഗത്തേക്ക് ജൂതർ ഇങ്ങനെ വന്ന് നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നത് ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു, അവിടെ അറബികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇവർക്ക് സ്വന്തം രാജ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടി. ആ ഒരു ഉദ്ദേശത്തോടു കൂടി വീണ്ടും അവിടേക്ക് ഇങ്ങനെ കുടിയേറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1918-19 ബെൽഫോർ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ ഉണ്ടാകുന്നുണ്ട്. ഒരു ബ്രിട്ടീഷ് ജനപ്രതിനിധിയായിരുന്ന ബെൽഫോർ ഇവർക്ക് ആ അറബി പ്രദേശത്ത്, മുസ്ലിങ്ങളുള്ള പ്രദേശത്ത് ജൂതർക്ക് ഒരു രാഷ്ട്രം അനുവദിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രമേയം ബ്രിട്ടീഷ് പാർലമെന്റിൽ കൊണ്ടുവന്നു. അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി.
അവിടെ മുതലാണ് സത്യത്തിൽ ഈ അറബികളും ഈ ജൂതരും ഈ ഇസ്രായേലും തമ്മിലുള്ള ശത്രുത ആരംഭിക്കുന്നത്. അതിന് 100 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അതിനു മുമ്പ് അവർ തമ്മിൽ വലിയ കൊടും ശത്രുത ഉണ്ടായിരുന്നില്ല. അത് ഈ ബ്രിട്ടീഷുകാർ ഒപ്പിച്ച പണിയാണത്. ഈ ബെൽഫോർ പ്രഖ്യാപനം എന്ന് പറയുന്നതിൻ്റെ അകത്തോട് അവർ ചെയ്തൊരു പണിയാണ്. ഇനി അതെന്തോ ആട്ടെ. പക്ഷെ അവരെ സംബന്ധിച്ചോളം അവരൊരു ദൃഢനിശ്ചയത്തിലെത്തിയിരുന്നു, അവർക്കൊരു രാജ്യം വേണം. ഇപ്പൊ ആ സമയത്ത് തന്നെയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന സമയമാണ്. ഇന്ത്യയിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് 2 രാഷ്ട്രങ്ങൾ വേണം എന്നുള്ള ആവശ്യമുണ്ടാകുന്നതും അങ്ങനെ ലോക രാഷ്ട്രീയം മുഴുവനും തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണത്, ഈ 20ാം നൂറ്റാണ്ടിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രിട്ടനും ഇവർക്ക് വേണമെങ്കിൽ ഒരു രാജ്യം കൊടുക്കാം എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ ആ മൈൻഡ് സെറ്റ് ഇങ്ങനെ വളർന്നു വരികയാണ്. അത് പറ്റില്ല എന്നുള്ള രീതിയിൽ അറബികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രഷറുകളുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്കൻഡ് വേൾഡ് വാർ വരുന്നത്. ആ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തും ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു, ഈ കുടിയേറ്റം നടന്നുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ബ്രിട്ടൻ കുടിയേറ്റം നിരോധിച്ചിരുന്നെങ്കിലും അനധികൃതമായിട്ട് തന്നെ ഒരുപാട് ജൂതന്മാർ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പം എന്താണ് ഇപ്പം എന്നിട്ട് ഈ ആദ്യകാലത്ത് വന്ന ജൂതന്മാർ ചെയ്തത് എന്താണെന്നറിയാമോ? അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം. ഇവരെന്തിനാണ് ഇങ്ങോട്ട് ഈ വരുന്നത് എന്ന് ഇവർക്ക് ഈ അറബികൾക്ക് മനസ്സിലാവുന്നില്ല. എവിടെങ്കിലുമൊക്കെ ജീവിച്ചൂടെ? ഇവരിവിടെ വന്ന് വലിയ സമ്പന്നരായിട്ടുള്ളവരാണ്. ഇവിടെ വന്ന് അറബികളുടെ കയ്യിൽ നിന്ന് ഭൂമി വില കൊടുത്ത് വാങ്ങുകയാണ്. അവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് ഭൂമി വാങ്ങുകയാണ്. ഓർക്കണം, ഈ ഇസ്രായേലിന്റെ ഈ ഭൂമി മുഴുവനും ഉണ്ടല്ലോ, അവർ വില കൊടുത്തു പണം കൊടുത്തു വാങ്ങിയതാണ്. ഇത് എന്തിനാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് വന്നപ്പോഴേക്ക് കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പോയി. അവിടെ ജൂതന്മാർ വലിയ ശക്തമായ ഒരു സമൂഹമായി മാറുകയും ചെയ്തു. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഈ ഒരു അപ്പോഴേക്ക് ആ സമയത്ത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ ലോകം മുഴുവൻ വലിയ ചേഞ്ചാണ് ഉണ്ടായത്. പുതിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ പലതും ഇല്ലാതായി. അങ്ങനെ ലോക ഭൂപടം മുഴുവനും മാറി. ഇവിടെ തന്നെ 2 രാജ്യങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും മ്യാൻമർ, ഇങ്ങനെയൊക്കെ പല രാജ്യങ്ങളായി. അങ്ങനെ 48-ൽ ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയത്തിലൂടെ അവിടെ 2 രാഷ്ട്രങ്ങൾ, ജൂതന്മാർക്ക് അവരുടെ ഒരു രാജ്യം, അറബികൾക്ക് പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു രാജ്യം. അതിൻ്റെ അകത്ത് ഈ ജ്യൂസ് ഇവർ ബെൻഗൂറിയന്റെ നേതൃത്വമുള്ള ഒരു പൂർണ്ണ തൃപ്തരല്ലായിരുന്നു എങ്കിലും സാരമില്ല, പോട്ടെ. അതായത് അവർക്ക് അനുവദിക്കപ്പെട്ട രാജ്യത്ത് ഭൂമിയിൽ അവരുടെ ഏറ്റവും പവിത്രമെന്ന് കരുതിയിരുന്ന കിങ് സോളമൻ പണിയിച്ച ക്ഷേത്രം, 2ാം ക്ഷേത്രം, വിലാപമതില്, അതുപോലെ ഇത് ജെറുസലേം നഗരം ഒന്നും ഉണ്ടായിരുന്നില്ല. ജെറുസലേം നഗരം അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പുണ്യമാണ്. എങ്കിലും സാരമില്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായല്ലോ, അതെങ്കിൽ അത് എന്നുള്ള രീതിയിൽ അന്ന് 1948 മെയ് 14 ആ രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ മേലിൽ ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ അറബി രാജ്യങ്ങളും ചേർന്ന് യുദ്ധം ചെയ്യും. ആ സമയത്ത് ഇസ്രായേലിനൊരു ആർമി ഇല്ല, അവർക്കൊരു പ്രൊഫഷണൽ സൈന്യമില്ല, ആവശ്യത്തിന് ആയുധങ്ങളില്ല. അതുകൊണ്ട് തന്നെ അതേസമയം ഇവരൊക്കെ വളരെ ശക്തരായ രാജ്യങ്ങളാണ്. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിന്റെ അനുഭവം എല്ലാം ഉള്ളതുകൊണ്ട് ഇവരെ ക്രഷ് ചെയ്ത് കളയാം എന്നാണ് ധരിച്ചത്. പക്ഷെ ഇത് കണക്ക് കൂട്ടി അവർ നേരത്തെ തന്നെ ആയുധങ്ങൾ സംഭരിച്ചിരുന്നു, വളരെ കൃത്യമായ ആക്രമണങ്ങൾ അവർ നടത്തിയിരുന്നു. ആ 48-ലെ യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി ഇസ്രായേൽ പിടിച്ചടക്കുക ചെയ്തു. ആ യുദ്ധം തുടങ്ങുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങളില്ല, പക്ഷേ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ വിടില്ല, ഞങ്ങൾ പിടിച്ചെടുക്കുന്ന ഭൂമി ഇനിയൊട്ട് വിട്ടു തരികയില്ല. സത്യത്തില് 48-ൽ അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന ഭൂമിയുടെ ഒരു ഇരട്ടിയോളം അവർ ആ യുദ്ധം കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലായി. ഇപ്പൊ അവരുടെ ആണവ നിലയൊക്കെ ഇരിക്കുന്ന ഭാഗമുണ്ട്, ഡയമോണ എന്നൊക്കെ പറയുന്ന സ്ഥലം, അതൊക്കെ അന്ന് അവിടുന്ന് പിടിച്ചെടുത്തതാണ്. അങ്ങനെയാണ്. അതായത് അന്ന് മുതൽ ഈ അറബി രാജ്യങ്ങൾ ലോകത്തെ ഓൾമോസ്റ്റ് എൻ്റയർ മുസ്ലിം കമ്മ്യൂണിറ്റി, ആ മുസ്ലിം സമൂഹം മുഴുവൻ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത രാജ്യത്തിന് ഈ ലോകത്ത് നിലനിൽക്കാൻ അർഹതയില്ല, അതവർ അനധികൃതമായി നേടിയതാണ്, അവർ അവിടെ നിന്ന് വിട്ടുപോകണം, അവരെ ഇല്ലാതാക്കണം എന്ന നയത്തിൽ തന്നെയാണ് അന്നും ഇന്നും അവരുള്ളത്. ഇന്നും അതിൻ്റെ അകത്ത് ഏറ്റവും അവരുടെ അകത്ത് തന്നെയുള്ള ഈ ഭാഗത്തുള്ളവർ. പക്ഷെ ഇവർക്ക് നിലനിന്നേ പറ്റുള്ളൂ. 2000 വർഷത്തെ സ്ട്രഗിളിനൊടുവിൽ നേടിയ ഒരു ശകലം മണ്ണാണ്.
അത് ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുള്ള സ്ഥലമാണ്, ഞങ്ങൾക്കത് അവിടെ അത് സംരക്ഷിച്ചേ പറ്റുള്ളൂ എന്ന ഒരു കർശനമായ നിലപാടിൽ അവരെത്തി. ആ കർശനമായ നിലപാടിൽ നിന്ന് അവരൊരു നിർദ്ദയമായ നിലപാടിലേക്കാണ് മാറിയത്. അതിന് ഭീഷണിയായി വരുന്ന എന്തിനേയും ഞങ്ങൾ തകർത്ത് കളയും, അവിടെ ഒരു മനുഷ്യത്വമില്ല, ഒരു മാനവികതയുമില്ല എന്നുള്ള നിലപാടിലേക്ക് അവരെത്തി. കാര്യം നിലനിൽപ്പ് പ്രശ്നം വരുന്ന സമയത്ത് ആർക്കായാലും, എനിക്കായാലും മനുജയ്ക്കായാലും ആർക്കായാലും അവിടെ മാനവികത ഒന്നും നോക്കാൻ കഴിയില്ല. അതാണ് ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. 48 വരെയുള്ള, 48ന് ശേഷമുള്ളതും ഇത് തന്നെയാണ്. ഇവരെ മുച്ചൂടും മുടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് 67ലെ 6 ഡേയ്സ് വാർ, അതൊക്കെ ഒരു വണ്ടറാണ്, വലിയ അതായത് പറഞ്ഞല്ലേ 6 ദിവസം കൊണ്ടുള്ളത്. അതുപോലെ 73ലെ യോം കിപ്പൂർ, ഇതെല്ലാം ഈ ഇസ്രയേലിനെ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന യുദ്ധങ്ങളാണ്. മനുഷ്യ എവിടെ ഹിസ്റ്ററിയിൽ ഉടനീളം നോക്കിക്കോളൂ, ചരിത്രത്തിൽ ഉടനീളം നോക്കിക്കോളൂ. ഈ കുറഞ്ഞത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമെങ്കിലും ലോകം ഒരു ആധുനിക സമൂഹമായി മാറി UN ഒക്കെ വന്നതിന് ശേഷമുള്ളത്, ഏതെങ്കിലും ഒരു രാജ്യം മറ്റവർക്ക് എൻ്റെ ഈ ശത്രു രാജ്യത്തിന് ഇവിടെ ഈ ഭൂമിക്ക് മേളിൽ നിലനിൽക്കാൻ അവകാശമില്ല, ഞങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഞങ്ങൾ അവരെ തകർത്ത് കളയും എന്ന് തീരുമാനിച്ചിറങ്ങിയ സംഭവം ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയൊക്കെ ഉണ്ട്, നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റൊരു രാജ്യത്തിൻ്റെ അസ്തിത്വം ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ എത്ര കടുകടുത്ത ശത്രുരാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, ഇവരൊക്കെ വലിയ ശത്രുരാജ്യങ്ങളാണ്. പക്ഷേ മറ്റു രാജ്യത്തിന്റെ അസ്തിത്വത്തിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഇവർ ശത്രുക്കളാവുന്നത്. എന്നാൽ ഇവിടെ അല്ല, ഇവിടെ അങ്ങനെയല്ല. ഒടുവില് ഈ ഇവരെ നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട രാജ്യങ്ങളുണ്ടല്ലോ, ഏറ്റവും ശക്തമായിട്ട് ജോർദാനും ഈജിപ്റ്റുമായിരുന്നത്. ഈ ജോർദാനും ഈജിപ്റ്റും ഇന്ന് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യങ്ങളാണ്, ഏറ്റവും അടുത്ത ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ്. പക്ഷേ ഈ തീവ്രവാദി വിഭാഗങ്ങൾ അവരടങ്ങിയിരിക്കുന്നില്ല. അവർക്ക് ഇസ്രയേലിനെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കാൻ പറ്റുമോ, എങ്ങനെയെല്ലാം നശിപ്പിക്കാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം, ഈ പറഞ്ഞതുപോലെ പാലസ്തീൻ എല്ലാ അർത്ഥത്തിലും ഒരു സ്വതന്ത്ര രാഷ്ട്രമായാൽ അത് വീണ്ടും അവിടെ ഈ ഹമാസിനെ പോലെയുള്ള, PLOയെ പോലെയുള്ള, ബ്ലാക്ക് സെപ്റ്റംബറിനെ പോലെയുള്ള അങ്ങനെയുള്ള തീവ്രവാദ സംഘങ്ങൾ തലപൊക്കും. അവരെ സപ്പോർട്ട് ചെയ്യാൻ പലയിടത്തു നിന്നും ആളുണ്ടാകും. അത് ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്ക് ഈ നെതന്യാഹു എത്തിയത് അങ്ങനെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ ദുരാഷ്ട്ര സിദ്ധാന്തം അവർ അംഗീകരിച്ചതാണ്. ഞങ്ങൾക്ക് കിട്ടിയ മണ്ണിൽ ഞങ്ങൾ മനസമാധാനത്തോടെ ജീവിച്ചോളാം, നിങ്ങൾ നിങ്ങളുടെ മണ്ണിൽ ജീവിച്ചോളൂ. അതവർ അന്ന് അംഗീകരിച്ചിരുന്നു എങ്കിൽ, അത് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നുമില്ലായിരുന്നു. ഇല്ല, നിങ്ങളെ ജീവിക്കാൻ, ഞങ്ങളും ജീവിക്കാൻ, നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അതാണ് ഇസ്രായേൽ. ഇതാണ് ചരിത്ര പശ്ചാത്തലം മനുജ. തീർച്ചയായിട്ടും അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ആധുനിക രാഷ്ട്രത്തിലാണ്. അപ്പോൾ ഒരു ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഫലസ്തീനിൽ ഇസ്രായേൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിന്റെ കീഴിലായിരിക്കും ഫലസ്തീൻ എന്ന് പറയുന്നിടത്ത് വീണ്ടും ഈ നാട്ടിലെ ആളുകളൊക്കെ പറയുന്നത് പോലെ ഒരു അധിനിവേശ സ്വരമല്ലേ അതെന്നൊരു ചോദ്യം കൂടെ ബാക്കിയാവുന്നില്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറയാമല്ലോ, ഞാൻ പൊതുവെ ഇസ്രായേലിനെ എനിക്ക് ഇഷ്ടമുള്ളൊരു രാജ്യമാണ്, ഇഷ്ടമുള്ളൊരു സമൂഹമാണ്. പക്ഷേ അവരുടെ എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ സത്യസന്ധമായിട്ട് ചിന്തിച്ചാൽ പാലസ്തീന് ഒരു സ്വതന്ത്ര രാജ്യമായി ഇരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും അത് അംഗീകരിക്കില്ല അവർക്ക്. അതായത് അവരാദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരെങ്ങനെയായിരുന്നു ഒരു കാലത്ത് 48-ന് മുമ്പ് ഈ ജൂത സമൂഹം എങ്ങനെയായിരുന്നു? ഒരു സ്വന്തം എന്ന് പറയാൻ ഒരു രാജ്യമോ ഒന്നുമില്ലാതെ ലോകം മുഴുവനും അലഞ്ഞു നടന്നിരുന്ന ഒരു ചരിത്രം അവർക്കുണ്ട്. ആ ചരിത്രം അവർക്ക് പാഠമാകണം. അതായത് തങ്ങളെപ്പോലെ തന്നെ തങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ അങ്ങനെ മറ്റൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിനും തങ്ങളെപ്പോലെ ആത്മാഭിമാനത്തോടെ ഒരു രാഷ്ട്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന യാഥാർത്ഥ്യം ഇസ്രായേലിന് ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കേണ്ടി വരും. അത് ഇപ്പം ഇങ്ങനെയുള്ള കുറേ ചരിത്ര പശ്ചാത്തലമുള്ളത് കൊണ്ടാണ് അവർക്കൊരു ഭയമുണ്ട്.
ആ ഒരു ആൻസൈറ്റി മാറുന്നത് വരെയെങ്കിലും ഇസ്രായേൽ അതിൻ്റെ അകത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ അവർക്കത് ചെയ്യേണ്ടി വരും. ഇസ്രായേൽ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടെന്നേ. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്ത സിനായ് മരുഭൂമിയുണ്ട്. അത് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ 3 ഇരട്ടി വലിപ്പമുണ്ട്. ആ സിനായ് മരുഭൂമി മുഴുവനും അവർ വിട്ടുകൊടുത്തു. അവർ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് എക്സെപ്റ്റ് ഈ ഗോലാൻ കുന്നുകള്, ഈ ഗാസ, ഇതിൽ നിന്നൊക്കെ അവർ പിൻവാങ്ങി. 78-ലെ ക്യാമ്പ് ഡേവിഡ് എഗ്രിമെന്റിന് ശേഷം, 92-ലെ ഓസ്ലോ എഗ്രിമെന്റിന് ശേഷം അവർ ഗാസയിൽ നിന്നും ഗോലാൻ കുന്നുകളിൽ നിന്നും പിൻവാങ്ങി. അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അവര്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷം നടന്ന ആ ഭയങ്കരമായ സംഭവത്തിന് ശേഷം അവരുടെ ആ ഒരു അങ്കലാപ്പ് കൂടിയിട്ടുണ്ട്. അവരുടെ നിലനിൽപ്പിന് നേരെയുള്ള ഭീഷണി കൂടിയിട്ടുണ്ട് എന്നവർ ചിന്തിക്കുന്നു. അതിന് സ്ഥാനമില്ല. ഇസ്രയേലിന്റെ അസ്തിത്വം ഒരു ലോകരാജ്യ, ഒരു പരമാധികാര രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇസ്രയേലിന്റെ അസ്തിത്വവും ഈ അറബി രാജ്യങ്ങളും ഈ പാലസ്തീനികളെ പിന്തുണയ്ക്കുന്നവരും പാലസ്തീനും അംഗീകരിച്ച് അത് കുറച്ച് ഈ ചരിത്രത്തിലുണ്ടായ മുറിവുകൾ ഉണങ്ങാൻ കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ, വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ അത് ഇസ്രായേലിന് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് തന്നെയാണ് ഇന്ത്യയുടെ നയം. അത് തന്നെയാണല്ലോ. ഇസ്രായേലിനോട് ഈ അടുത്ത സൗഹൃദം പുലർത്തുമ്പോഴും പാലസ്തീന് അവർക്ക് അവരുടെ ഒരു വ്യക്തിത്വമുണ്ട്, ആ സമൂഹത്തിനോട് ലോകത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന നിലപാട് തന്നെയാണ് ഭാരതത്തിൻ്റെ. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിനും അതിൻ്റെ അകത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകാൻ പാടില്ല എന്ന ഒരു ഉറച്ച തീരുമാനം അവർക്കുണ്ട്. അത് ആകില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് അവർക്കിനി ബോധ്യം വരാൻ അതിൻ്റെതായ സമയമെടുക്കും. കാരണം ചരിത്രം അങ്ങനെയാണ്. അതുകൊണ്ട് മനസ്സിലായി. തീർച്ചയായിട്ടും. എന്തായാലും കാലം മാറുന്നതനുസരിച്ച് ജൂത സമൂഹവും പരിഷ്കരിക്കപ്പെടുകയും മാറ്റങ്ങൾക്ക് വിധേയമാവുകയൊക്കെ ചെയ്യുകയും ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇങ്ങനൊരു സമൂഹം ഉണ്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽ ആരൊക്കെയാണോ വിട്ടുവീഴ്ച വരുത്തുന്നത് അവരെ ഒരു സ്വത്ത പ്രതിസന്ധിയായി ഇസ്രായേൽ ആ കൂട്ടരെ കാണും, ആരൊക്കെയാണ് തങ്ങളെ എതിർക്കുന്നവർ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നത്. പക്ഷേ ഇസ്രായേൽ അങ്ങനൊരു പിടിവാശിയുള്ള ഒരു രാഷ്ട്രമൊന്നുമല്ല. കരാറുകളിൽ കൃത്യമായ നിലപാടെടുക്കുകയും പുലർത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. നമ്മൾ ഒരുപാട് ഇൻസിഡന്റുകൾ കണ്ടതാണ്. ഇന്ന് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. എന്തായാലും പരിഷ്കരണങ്ങൾ ഉണ്ടാവും. ഫലസ്തീന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് നന്ദി ഷാബു സാർ, നടന്നുകൊണ്ട് സംസാരിച്ചത്. താങ്ക് യു സാർ.